ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഫുട്ബോൾ സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ എബെരിച്ചി എസയുടെ ട്രാൻസ്ഫർ ഹൈജാക്ക് വാർത്തയിൽ നിന്ന് തുടങ്ങാം. അതായത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു നോർത്ത് ലണ്ടൻ ഡാബി നടന്നിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ നോർത്ത് ലണ്ടൻ ഡാബിയിൽ ആസ്നൽ വിജയിച്ചിരിക്കുകയാണ്. എബെരിച്ചി എസയെ ആസ്നൽ പൊക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, സ്പേഴ്സുമായിട്ട് ഫീ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റൽ പാലസ്. അതേപോലെ തന്നെ ഈവൻ ടേംസും പ്ലെയറുമായിട്ടൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, പാലസ് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പാലസിൻ്റെ ആ ഒരു കോൺഫറൻസ് ലീഗ് പ്ലേ ഓഫ് മത്സരം ഉണ്ടെന്ന് രാത്രി, അതുകൂടി കഴിഞ്ഞിട്ട് ചങ്ങനെ വിൽക്കുള്ളൂ എന്നുള്ളതാണ് പാലസിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. അതൊക്കെ ഓക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സ്പേഴ്സ്. പക്ഷേ എന്താണ്, കായ് ഹാവേർട്സിന് ആസ്നലിൽ ഇഞ്ചുറി പറ്റുന്നു. അപ്പോൾ വീണ്ടും മാർക്കറ്റിൽ അങ്ങോട്ട് ഇറങ്ങി കളിക്കാനുള്ള തീരുമാനം ആസ്നൽ എടുക്കുന്നു. സംബന്ധിച്ചിടത്തോളം മറ്റൊരു അറ്റാക്കറിന് ആവശ്യമുണ്ടായിരുന്നു. ഈ എബെരിച്ചി എസയിൽ തന്നെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആൻഡ്രിയ ബേർത്ത് സംസാരം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർ ട്രൊസാർഡിൻ്റെ കോൺട്രാക്റ്റിൽ പൈസ ഒക്കെ കൂട്ടി കൊടുത്ത് അദ്ദേഹത്തെ അവിടെ നിർത്തുന്നു. മാർട്ടിനെല്ലിക്ക് ചാൻസ് കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ ഈ കായ് ഹാവേർട്സിൻ്റെ ഇഞ്ചുറി ശരിക്കും സംബന്ധിച്ചിടത്തോളം എന്താണ് വീണ്ടും ചിന്തിക്കാൻ അവർക്ക് സമയം കൊടുക്കുന്നു. ഇവിടെയാണെങ്കിൽ ഡീൽ നടന്നിട്ടില്ല. എസേനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആൾക്ക് ആസ്നൽ പോകാൻ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ആസ്നൽ ബിഡുമായിട്ടാണ് വന്നപ്പോൾ ആൾ സെറ്റായി. കാരണം ആൾക്ക് ഓൾറെഡി ആസ്നലിലേക്ക് പോകാനാണ് താല്പര്യമുള്ളത്. ആസ്നൽ ഒരു ഒഫീഷ്യൽ ബിഡ് ഇടാത്തതുകൊണ്ടാണ് എന്താണ് സ്പേഴ്സിലേക്ക് പോകാനുള്ളൊരു തീരുമാനമായിട്ട് എബെരിച്ചി എസ നിൽക്കുന്നുണ്ടായിരുന്നത്. ആസ്നൽ ബിഡ് ഇട്ടതോടുകൂടിയിട്ട് പ്ലെയർ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടേക്ക് പോകാൻ ചങ്ങായി ഓക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഓൺസ്റ്റൈനൊക്കെ ഡീൽ പറയുന്നത് വെച്ചാൽ, റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ, റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ 68 മില്യൺ പൗണ്ടിൻ്റെ റിലീസ് ക്ലോസ് ആയിരുന്നു ചങ്ങായിയുടെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ എക്സ്പയർ ആയി പോയിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലുള്ളൊരു തുകയ്ക്കാണ് പിന്നെ ആസ്നൽ സൈൻ ചെയ്യാൻ പോകുന്നത്. ഇതേ തുക തന്നെ സ്പേഴ്സും കൊടുക്കാൻ തയ്യാറായിരുന്നു, അത്ര ആഡോൺസൊക്കെ അടക്കം. പക്ഷേ എന്താ സംഭവം, എബെരിച്ചി എസ ഒരു ആസ്നൽ ഫാനാണ്, ഒരു ഹെയ്ലൻ പ്രൊഡക്റ്റാണ്. 13-ാമത്തെ വയസ്സിൽ ആസ്നൽ ചങ്ങാനെ റിലീസ് ചെയ്തു. അത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് എബെരിച്ചി എസ തന്നെ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ആളൊരു ആസ്നൽ ഫാനാണ്. ആസ്നലിന് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ ചങ്ങാൻ്റെ ഒരു ഡ്രീമായിരുന്നു. പക്ഷേ അത് അന്ന് സാധിച്ചില്ല. അതിനുശേഷം ചങ്ങായിക്ക് റിജക്ഷൻസും കാര്യങ്ങളും നേരിടേണ്ടി വന്നു. കാരണം വെച്ചാൽ ഫുള്ളം, റെഡിങ്, മിൽബോൾ ഈ ക്ലബ്ബുകളൊന്നും ചങ്ങായിനെ ഏറ്റെടുത്തില്ല. അങ്ങനെ പിന്നെ QPR ചങ്ങായിക്ക് ചാൻസ് കൊടുക്കുന്നു, QPRൽ കളിക്കുന്നു. പിന്നീട് എന്താണ്, ക്രിസ്റ്റൽ പാലസിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ക്രിസ്റ്റൽ പാലസിലേക്ക് വരികയും പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കുകയും 5 വർഷക്കാലം 2020 മുതൽ ക്രിസ്റ്റൽ പാലസിൻ്റെ ഒരു ടാലിസ്മാനിക് ഫിഗറായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ FA കപ്പ് കിരീടം സ്വന്തമാക്കി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഫൈനലിൽ ഗോൾ അടിക്കുന്നു. എബെരിച്ചി എസ ഒരു ക്രിസ്റ്റൽ പാലസ് ലെജൻഡായിട്ടാണ് അവിടെ നിന്ന് പോകുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ചങ്ങായി വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിലും അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നു പാലസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്ന് രാത്രിയും അദ്ദേഹം ഫുട്ബോൾ കളിക്കും. പിന്നെയാണ് മെഡിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആസ്നലിലേക്കുള്ള ഒരു മൂവ് നടത്തുക. എന്തായാലും ആസ്നൽ ഫാൻസ് സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, നോർത്ത് ലണ്ടൻ ഡാബി ട്രാൻസ്ഫർ മാർക്കറ്റിലും അവർ ജയിച്ചിരിക്കുകയാണ്. സ്പേഴ്സ് സംബന്ധിച്ചോളം മറ്റൊരു അടി അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവർ ഗിബ്സ് വൈറ്റിനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല. ഇപ്പോൾ എസെ സൈനിങ്ങും അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇനി വേറെ ഏത് ടാർഗറ്റിലേക്ക് അവർ നീങ്ങും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. മൊണാക്കോയുടെ ഫ്രഞ്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടുള്ള ലെഫ്റ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള അക്ലിയൂഷ്, ആ ചങ്ങായിൽ ഒരു താല്പര്യം കാണിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ആ ചങ്ങനെ സൈൻ ചെയ്യാൻ സാധിച്ചാൽ ഫാന്റാസ്റ്റിക് സൈനിങ് ആയിരിക്കും. അതേപോലെ തന്നെ മോർഗൻ റോജേഴ്സിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. പക്ഷേ മോർഗൻ റോജേഴ്സിനെ വാല്യൂ ചെയ്യുന്നത് ആസ്റ്റൺ വില്ല 80 മില്യൺ പൗണ്ടിലാണ്. മാത്രമല്ല ആസ്റ്റൺ വില്ലയ്ക്ക് ചങ്ങനെ വിൽക്കാനും താല്പര്യമില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ബ്രസീലിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ പറഞ്ഞാൽ ഇനിയിപ്പോൾ സവീനിയോയിലേക്കുള്ള ഇൻട്രസ്റ്റ് കൂടുതൽ കാണിക്കാൻ സാധ്യതയുണ്ട്. 80 മില്യൺ യൂറോസ് വരെ കൊടുക്കാൻ സ്പേഴ്സ് തയ്യാറാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നത്. എന്തായാലും സ്പേഴ്സ് സംബന്ധിച്ചോളം അവർക്ക് അഡീഷൻ കൊണ്ടുവന്നേ മതിയാകുള്ളൂ. ഡാനിയൽ ലേവി എന്ന് പറയുന്ന ഓണറിൻ്റെ നേരേക്ക് ഒരുപാട് സ്വാഭാവികമായിട്ടുള്ള ക്രിറ്റിസിസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നേരിടുന്ന ഒരു ചങ്ങായിയാണ്. വീണ്ടും അത് കൂടാനേ സാധ്യതയുള്ളൂ. കാരണം മറ്റൊരു ഡീല് കൂടി അവർ അവതാളത്തിലാക്കിയിരിക്കുകയാണെന്നുള്ളതാണ്. അതാണ് എസ എന്തായാലും ആസ്നലായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ആൾ വിചാരിച്ചത് അത് നടക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്പേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ ആസ്നൽ പൈസയായിട്ട് മുമ്പോട്ട് വരുമ്പോൾ എസ ഒന്നും ചിന്തിക്കാതെ തൻ്റെ എന്താ പറയുക, ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള, താൻ ഫാനായിട്ടുള്ള, താൻ അഡ്മയർ ചെയ്യുന്ന, താൻ ഒരുപാട് സ്നേഹിക്കുന്ന ആസ്നൽ ഫുട്ബോൾ കളിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അദ്ദേഹം അത് 2 കൈ നീട്ടി സ്വീകരിക്കാൻ പോവുകയാണ്. 27-കാരനാണ് എബെരിച്ചി എസ. ഒരു പ്രീമിയർ ലീഗ് പ്രൂവൻ പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട. ആളെ സംബന്ധിച്ചോളം ആൾ ഒരു നമ്പർ 10 ആണ് ടെക്നിക്കലി. പക്ഷേ ആ ഒരു ലെഫ്റ്റ് സൈഡ് പിന്നെ
വിങ് സൈഡിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും, ലെഫ്റ്റ് സൈഡ് മിഡ്ഫീൽഡറായിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. വേഴ്സൈഡായിട്ടുള്ള ഫുട്ബോളറാണ്, നല്ല ബോൾ കാരിയറാണ്. അപ്പോൾ ആ സംബന്ധിച്ചോളം എന്താണ് ഓപ്പൺ പ്ലേ ക്രിയേറ്റിവിറ്റിയിൽ പ്രശ്നമുണ്ട്. മാത്രമല്ല അവരുടെ അറ്റാക്ക് കൂടുതലും റൈറ്റ് സൈഡ് ഓറിയൻറ്റഡ് ആയിട്ടാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും പറയുന്നത്. അപ്പോൾ ഈ ചെങ്ങാനെ സൈൻ ചെയ്യുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ അവർക്ക് ക്രിയേറ്റിവിറ്റി കൂട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ആർട്ടിറ്റയുടെ മുന്നിൽ എന്താണ് ഇതിപ്പോൾ 7ാമത്തെ സൈനിങ് ആണ് ആന്ദ്രിയ ബെർത്ത ഈ ഒരു വിൻഡോയിൽ കൊണ്ടെത്തിച്ച് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ കൊണ്ടെത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്, വിക്ടർ ഗ്യോക്കരഷ് എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കർ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ കൈ ഹാവർട്സിന് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ. ഗബ്രിയൽ ജെസൂസിന് ACL പ്രശ്നം പറ്റിയിട്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ടൈറ്റിൽ അടിക്കുക എന്നുള്ള പരിപാടിയാണ് ആർട്ടിയുടെ മുമ്പിലുള്ളത്. അത് അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം. ഈ എവരിച്ച് ഏസെ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ളൊരു സൈനിങ് ആണ്. ഇനി ടൈറ്റിൽ അടിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മേജർ ട്രോഫി സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആർട്ടറ്റ അവിടെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആർസണൽ ഫാൻസിന് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതാണ് എബരിച്ച് ഏസെ ട്രാൻസ്ഫർ. മാത്രമല്ല ഇതിനിടയിൽ ചങ്ങായിക്ക് ഇംഗ്ലണ്ട് കോളപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഇംഗ്ലണ്ട് ഇൻ്റർനാഷണൽ ആകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ തൻ്റെ ഡ്രീം ക്ലബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം കൂടി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എബരിച്ച് ഏസെ ക്ലൗഡ് 9-ലായിരിക്കും. ഗണ്ണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ ബദ്ധവരികളായിട്ടുള്ള സ്പേഴ്സിനെതിരെ ഒരു അടി അടിക്കാൻ കിട്ടിയുള്ള ഒരു അവസരം, അതേപോലെ തന്നെ അവരുടെ സ്ക്വാഡ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടിയപ്പോൾ അവർ ഹാപ്പി ആയിരിക്കും. ഗണ്ണേഴ്സ് ഹാപ്പി അല്ലേ വാർത്ത. ഇതേപോലെ തന്നെ ചില ട്രാൻസ്ഫർ ഹൈജാക്കുകളെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എബരിച്ച് ഏസെ വാർത്തയിൽ നിന്ന് നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻസിസോ എന്ന് പറയുന്ന 21-കാരനായിട്ടുള്ള പരാഗ്വൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ ബ്രൈറ്റനിൽ നിന്നും ചെൽസിയുടെ ഓണേഴ്സായിട്ടുള്ള ബ്ലൂക്കോ ഓണർഷിപ്പ് 20 മില്യൺ യൂറോസിന് സൈൻ ചെയ്തിരിക്കുകയാണ്. ചെങ്ങായി സ്ട്രോസ്ബർഗ് എന്ന് പറയുന്ന ചെൽസിയുടെ സിസ്റ്റർ ക്ലബ്ബ്, ഈ മൾട്ടി ക്ലബ് മോഡലിലെ ചെൽസിയുടെ സിസ്റ്റർ ക്ലബ്ബായിട്ടുള്ള സ്ട്രോസ്ബർഗ് ലീഗൻ ക്ലബ്ബാണ്, ഫ്രഞ്ച് ലീഗ് ക്ലബ്ബാണ്. അവിടെയാണ് ഈ സീസണിൽ കളിക്കുക. എന്നിട്ട് അടുത്ത സീസണിൽ ചെൽസിയിലേക്ക് വരുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് കേൾക്കുന്നത്. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയറാണ്. ആളെ സംബന്ധിച്ചോളം ഇപ്സ്വിച്ചിലൊക്കെ ലോണിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. ചെൽസിക്കെതിരെ ഒരു കിടിലൻ ഗോളൊക്കെ ചങ്ങായി അടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഫുട്ബോളറാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഏത് രീതിയിൽ സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. ഇനി അഥവാ പരിപാടികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ പ്രോഫിറ്റിൽ വിൽക്കും. അതായിരിക്കും ചെൽസി ഓണർഷിപ്പിൻ്റെ ചിന്ത ഉണ്ടായിരിക്കുക. ആ രീതിയിലാണല്ലോ കാര്യങ്ങൾ അവർ പിന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഡ് സെല്ലേഴ്സാണ് ഈ പുതിയ ഓണർഷിപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് അവർ ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ ഗെയിൻ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. അഥവാ ഇനി എന്താണ് ഇവിടെ ക്ലിക്ക് ആകുന്നില്ലെങ്കിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചിലപ്പോൾ റെനാറ്റോ വേഗയെ ചെൽസി VRAയിലേക്ക് വിൽക്കുകയാണ്. 12 മില്യൺ പൗണ്ടിന് ചെൽസി വാങ്ങിയിട്ടുള്ള പ്ലെയറിനെ ചെൽസി 25 മില്യൺ പൗണ്ടിൻ്റെ ആ ഒരു തുകയ്ക്കാണ് VRAയിൽ എന്ന് പറയുന്ന സ്പാനിഷ് ക്ലബ്ബിലേക്ക് വിൽക്കുന്നത്. അപ്പോൾ അഗെയിൻ അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാര്യമായിട്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളൊന്നും ചെൽസിയുടെ കുപ്പായത്തിൽ കളിച്ചിട്ടില്ല. പക്ഷേ സ്റ്റിൽ എന്താണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഈ ഓണർഷിപ്പിന് സാധിക്കുകയാണ്. യുവൻറ്റസിനൊക്കെ വേണ്ടിയിട്ട് ചങ്ങായി ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതേ സംബന്ധിച്ചോളം അദ്ദേഹം പോർച്ചുഗലിന് വേണ്ടിയിട്ടൊക്കെ ആ ഡിഫൻസിൽ കളിക്കുന്ന തരത്തിലുള്ള ചങ്ങായിയാണ്. അപ്പോൾ എന്താണ് ചെൽസിയിൽ തുടരാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന് വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ പോയിട്ട് ഒരു മെയിൻ ഡിഫറൻറ്റ് കളിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ സാധിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡൊക്കെ നേരത്തെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 35 മില്യൺ യൂറോസൊക്കെ ആയിരുന്നു അന്ന് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലൊരു തുക ചെൽസി കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ എന്താണ് ഒരു പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റിനാണ് ചെൽസി റെനാറ്റോ വേഗ വിൽക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെൽസി സംബന്ധിച്ചോളം ആ ഒരു LCB റോൾ ഒരാളിന് ആവശ്യമുണ്ട്. വേഗം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ വേഗം ഓൾറെഡി മനസ്സൊക്കെ സെറ്റ് ചെയ്താണ് ചെൽസിയിൽ കളിക്കാൻ താല്പര്യമില്ലാന്നാണ്. അപ്പോൾ ചെൽസിക്ക് പ്രോഫിറ്റിൽ വിൽക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരത്തിൽ അവർ വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചില അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോൺമൗത്തിനെ സംബന്ധിച്ചോളം അവർ ലിവർപൂളിൽ നിന്ന് ബെൻഡോക്കിനെ സൈൻ ചെയ്യാണ്. 25 മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ അതൊരു ഫാൻറ്റാസ്റ്റിക് ബിസിനസ്സാണ്. ഈ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആൾ 11ാം നമ്പർ ജേഴ്സിയാണ് ധരിക്കാൻ പോകുന്നത്. അതിലൊരു ബൈബാക്ക് ക്ലോസ് കൂടി ലിവർപൂൾ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ റെനാറ്റോ വേഗയുടെ പിന്നെ കോൺട്രാക്റ്റിലൊരു സെലോൺ ക്ലോസ് ചെൽസി വെച്ചിട്ടുണ്ട് എന്നതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി ബെൻഡോക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെൻഡോക്ക് പോർട്ടോക്ക് പകരം ബോൺമൗത്താണ് ചൂസ് ചെയ്തിട്ടുള്ളത്. എറിയോളയുടെ പ്രസൻസ് തന്നെയായിരിക്കും ഇതിനുള്ള പ്രധാന കാരണം. അതേപോലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ലീഡ്സ് യുണൈറ്റഡും ഒക്കെ എൻക്വയറീസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്ലെയറിന് വേണ്ടിയിട്ട്. എവർട്ടണും ഒരു ഇനീഷ്യൽ അപ്രോച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊരു ബിഡായിട്ടൊന്നും ഫോളോ അപ്പും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്രിസ്റ്റൽ പാലസും ഇപ്സ്വിച്ചും ഒക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജാനുവരിയിൽ ചങ്ങായിനെ സൈൻ ചെയ്യാനായിട്ട്. പക്ഷേ ഒടുവിൽ ബോൺമൗത്തിലേക്കാണ് ചങ്ങായി പോകുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ബെൻഡോക്കിൻ്റെ ഡിപ്പാർച്ചർ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ലിവർപൂൾ സംബന്ധിച്ചിടത്തോളം അവർ 206 മില്യൺ പൗണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്
പ്ലേയേഴ്സിനെ സെല്ല് ചെയ്തിട്ടെന്നുള്ള കാര്യം കാരണം അത് 227 മില്യൺ പോലും ആകും എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെയാണ് കേൾക്കുന്നത് ഈ ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ബായർ ലെവർകുസനിൽ നിന്ന് അമീൻ അദ്ലിയെ 29 മില്യൺ യൂറോസിന് ബോൺമൗത്ത് സൈൻ ചെയ്യണം. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് അഡീഷൻസ് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അവിടെ നിന്ന് ഡിഫൻസിൽ നിന്നൊക്കെയുള്ള കാര്യമായിട്ട് ഡിപ്പാർച്ചറുകൾ സംഭവിച്ചിരിക്കുകയാണ്. ജബാനി പോയിട്ടുണ്ട്, കെർക്കസ് പോയിട്ടുണ്ട്, ഹൗസൻ പോയിട്ടുണ്ട്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുന്നത്. കാരണം എരിയോളയെ പോലുള്ള ഒരു മാനേജർ കയ്യിൽ കിട്ടിയിട്ട് ആളിനെ എന്താ പറയുക ബാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് പ്ലേയേഴ്സിനൊക്കെ വിൽക്കേണ്ടി വരും. അത് ആ ക്ലബിൻ്റെ മോഡലാണ്. വലിയ ക്ലബ്ബുകൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. പക്ഷേ അതിനനുസരിച്ച് പ്ലേയേഴ്സിനെ കൊണ്ടെത്തിച്ചു കൊടുക്കും. കാരണം അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മാനേജറുണ്ട്, എരിയോളയുണ്ട്. പിന്നെ ഈ സ്പേഴ്സിൻ്റെ തന്നെ ലിസ്റ്റിൽ എബരിച്ചേസെ പോയിട്ടുള്ള സാഹചര്യത്തിൽ ഒന്ന് റോജേഴ്സിൻ്റെ പേര് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ടൈലർ ഡിബ്ലിങ്ങിനെ അവർ കൺസിഡർ ചെയ്യുന്നതാണ്. അതിപ്പോൾ എവർട്ടനും കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു, ക്രിസ്റ്റൽ പാലസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഡിബ്ലിങ് അത്തരത്തിലുള്ളൊരു ഹോട്ട് പ്രോപ്പർട്ടിയാണ്. സെയിൻസിലാണ് കളിക്കുന്നത്. പക്ഷേ സെയിൻസിനെ സംബന്ധിച്ചോളം അവർ നല്ല തുക ചോദിക്കുന്നുണ്ട്. ആ തുക കൊടുക്കാൻ ആര് തയ്യാറാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ട തരത്തിലുള്ള മറ്റൊരു സംഭവം. പിന്നെ യോവാൻ വിസ സാഗ, അതായത് ഇന്നലെ നമ്മൾ സംസാരിച്ച തന്നെയാണ്. അതായത് ഇസാക്ക് ഇവിടെ സ്ട്രൈക്ക് നടത്തുമ്പോൾ അവിടെ ബ്രെൻഫോർഡിൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് യോവാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ന്യൂകാസിൽ യുണൈറ്റഡ് പുതിയൊരു ബിഡ് വെച്ചു. 35 മില്യൺ പൗണ്ട് പ്ലസ് 5 മില്യൺ പൗണ്ട്സിൻ്റെ ആഡ് ഓൺസ് അടങ്ങുന്ന 40 മില്യൺ പൗണ്ടിൻ്റെ ഓഫർ. പക്ഷേ അതും ബ്രെൻഫോർഡ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രെൻഫോർഡ് സംബന്ധിച്ചോളം അവർക്കും റീപ്ലേസ്മെൻറ്റിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. യോവാൻ വിസ ആണെങ്കിൽ അവിടെ സ്ട്രൈക്കിലാണ്. ആൾ പ്രീ സീസണിലൊന്നും പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല യോവാൻ വിസയും പറയുന്നത് ഇസാക്ക് പറയുന്ന പോലത്തെ തരത്തിലുള്ള സംഭവം തന്നെയാണ്. പ്രോമിസ് പിന്നെ ബ്രോക്കൺ ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രോമിസ് ലംഘിച്ചു എന്നുള്ളതാണ്. കാരണം ഐവൻ ടോണി ബ്രെൻഫോർഡിൽ നിന്ന് കഴിഞ്ഞ സീസണിൽ പോകുന്ന സാഹചര്യത്തിൽ അപ്പോൾ തന്നെ യോവാൻ വിസയ്ക്ക് അവിടുന്ന് പോകാൻ താല്പര്യമുണ്ടായിരുന്നു, ഓഫറുകൾ ഉണ്ടായിരുന്നു അത്ര. പക്ഷേ ഐവൻ ടോണി പോയിട്ടുള്ള സാഹചര്യത്തിൽ യോവാൻ വിസ അവിടെ തന്നെ തുടരുന്നു. മികച്ച സീസണായിരുന്നു. 19 പ്രീമിയർ ലീഗ് ഗോളുകളാണ് ചങ്ങായി തോമസ് ഫ്രാങ്കിൻ്റെ കയ്യിൽ കഴിഞ്ഞ സീസണിൽ ബ്രെൻഫോർഡിന് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആളുടെ ഡ്രീമാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം അവിടെ തുടരും എന്നുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ബ്രെൻഫോർഡ് അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ. ലെസ് ദാൻ 30 മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ ആരെങ്കിലും ഏതെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്ന ക്ലബ്ബ് വന്നു കഴിഞ്ഞാൽ വിൽക്കും എന്നുള്ളത്. ആ ഒരു പ്രോമിസാണ് ഇപ്പോൾ ബ്രോക്കൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രെൻഫോർഡ് എന്നുള്ളതാണ് യോവാൻ വിസയുടെ റെപ്രസെൻറ്റേറ്റീവുകൾ കൊടുക്കുന്ന ബ്രീഫിംഗ്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ബ്രീഫിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ കൊടുക്കാൻ പറ്റുള്ളൂ, ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു സംഭവം, നമ്മുടെ യുണൈറ്റഡ് ഫാൻസിന് കൃത്യമായിട്ട് അറിയുന്ന ഒരു പേരാണ് മാർക്ക് ഗോൾബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. യുണൈറ്റഡ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ചാനലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ദിസ് ഈസ് ഫുട്ബോൾ എന്നോ അങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരു ദാറ്റ്സ് ഫുട്ബോൾ അങ്ങനെ എന്തോ ഒരു ചാനൽ കൂടിയുണ്ട്. അപ്പോൾ ആൾ ഒബ്വിയസ്ലി യുണൈറ്റഡ് ആരാധകനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് വാച്ച് ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ബുണ്ടസ് ലീഗയുടെ ഒഫീഷ്യൽ പാർട്ട്ണറായിട്ട് ഇപ്പോൾ ആൾ കൂടി വന്നിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പം ഗോൾബ്രിഡ്ജിൻ്റെ ആ ഒരു യുണൈറ്റഡ് സ്റ്റാൻഡ് അല്ലാത്ത മറ്റൊരു ചാനലുണ്ടല്ലോ, ദാറ്റ്സ് ഫുട്ബോളോ ദിസ് ഈസ് ഫുട്ബോളോ എന്തോന്നാണ്. ആ ചാനലിൽ ബുണ്ടസ് ലീഗ മത്സരങ്ങൾ, ഫ്രൈഡേ നൈറ്റ് മത്സരങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അനുമതി കിട്ടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് അദ്ദേഹം സൈൻ ചെയ്തിരിക്കുകയാണ്. ഇതെന്തൊരു വലിയ സംഭവമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. ബുണ്ടസ് ലീഗ മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രദർശിപ്പിക്കാൻ പോകണം. അതേപോലെ തന്നെ നമ്മുടെ ഗാരി നെവിലിൻ്റെയൊക്കെയുള്ള ആ ഒരു ഓവർലാപ്പ് ചാനലില്ലേ, അതിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് ബിഗ് സംഭവമാണ് യൂട്യൂബ് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എത്രത്തോളം ചങ്ങായി വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുണ്ടസ് ലീഗയുടെ ഒഫീഷ്യൽ പാർട്ട്ണറാണ്. ഒഫീഷ്യൽ പാർട്ട്ണർ ചെറിയ കാര്യമല്ല, ചെറിയ കളിയല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല 20ഓളം മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ വേറെയും ചില ഷോസ് ബുണ്ടസ് ലീഗയുമായി ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം ചെയ്യുമായിരിക്കും. ബിഗ് സംഭവമാണ്, ബിഗ് ന്യൂസാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം. യെസ് റയൽ മാഡ്രിഡിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം. ഇന്ന് തന്നെ സംസാരിക്കും. ഗുഡ് ബൈ.